ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പല പുരുഷന്മാർക്കുള്ളൊരു സംശയമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ വീഡിയോസ് കണ്ടുകൊണ്ട് ദമ്പതികൾ തമ്മിൽ ബന്ധപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും വല്ല പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അത് പിന്നീട് ഇപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷെ പിന്നീട് ഫ്യൂച്ചറിൽ അതെന്തെങ്കിലും ഒരു താല്പര്യക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പല പുരുഷന്മാർക്കും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് വീഡിയോസ് കാണുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല. ഇത് കണ്ടുകൊണ്ട് എന്ന് വെച്ചാൽ ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ദോഷകരമായ കാര്യമുണ്ടോ എന്നുള്ളതാണ്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ പലരും ചില വീഡിയോയ്ക്കൊക്കെ സജഷൻസ് പറയാറുണ്ട്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയാസമയങ്ങളിൽ അത് ഇടാം കേട്ടോ. അപ്പോൾ ലൈംഗികതയെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ത്രീയിലും പുരുഷനിലും രണ്ട് രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും രണ്ടും രണ്ടാണ്. എന്ന് വെച്ചാൽ രണ്ട് പേരുടെയും പ്രകൃതങ്ങൾ രണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ രീതികൾക്ക് മാറ്റം ഉണ്ടാകുമല്ലോ. അതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷനെ സംബന്ധിച്ച് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുക, കേൾക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ നല്ല മൂഡാവും. പ്രത്യേകിച്ച് അവൻ്റെ ലിബിഡോ പെട്ടെന്ന് ഉണരും. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ച് ഒരു പരിധിവരെ അവർക്കൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നാലും അതിനൊരു ലിമിറ്റുണ്ട്. സ്ത്രീക്കൊരു പരിധിവരെ മാത്രമേ ഈ കാണുക കേൾക്കുക ചെയ്യുന്നതിനകത്തൂടെ വികാരം വർദ്ധിക്കത്തുള്ളൂ. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് സ്പർശനത്തിൽ കൂടിയാണ് അവർ വികാരവതിയാകുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടർക്കും ഇഷ്ടമാണെങ്കിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം രണ്ട് കൂട്ടരിൽ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധി വരെ ഇത് സഹായിക്കുന്നുണ്ട്. എന്നാൽ അത് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ട് ചെയ്യാൻ ഒരു പരിധിവരെ ചിലപ്പം ചില പുരുഷന്മാർക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അതത്ര വലിയൊരു ആനന്ദകരമായ അവസ്ഥയായിരിക്കണമെന്നില്ല. സ്ത്രീ എപ്പോഴും നിഗൂഢമായ ഒരു ആനന്ദം കണ്ടെത്തുന്നത് അവരുടെ ശരീരത്തെ അറിയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിൽ കൂടിയാണ്. അപ്പോൾ ഈ ലൈംഗികത സമയത്താണ് സ്ത്രീ ഏറ്റവും കൂടുതൽ ഇത് അടുത്തറിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ശരീരത്തെ ആസ്വദിക്കാനുള്ള കഴിവ് സ്ത്രീക്കില്ല. അപ്പോൾ കണ്ണുകളൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചുകൊണ്ടായിരിക്കും അവരോരോ ചുംബനങ്ങൾ, സ്പർശനങ്ങൾ, പിടുത്തങ്ങളൊക്കെ ആസ്വദിക്കുന്നത്. പക്ഷേ കളി തുടങ്ങുന്നതിന് മുമ്പുള്ള സമയം അവർക്ക് ആസ്വദിക്കാൻ കഴിയും. അതുപോലെ ഇതിനകത്ത് പലരും പല രീതിയാണ്. ചിലർക്ക് ഇത് കാണുന്നതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ പങ്കാളിയുടെ കൂടിരുന്ന് കാണുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നിർബന്ധിച്ച് ഇത് കാണിക്കുകയും ചെയ്യരുത്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ബന്ധപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട്. എന്ന് വെച്ചാൽ ഇടയ്ക്ക് അവരതിനകത്ത് നോക്കിയിട്ട് അവിടെ എന്താണോ കാണുന്നത് അതുപോലെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചും ഈ ഒരു രീതി പറ്റണമെന്നില്ല. രണ്ട് കൂട്ടർക്കും, സ്ത്രീക്കും പുരുഷനും, അത് ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരാൾ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിൽ അത് അത്ര വലിയ രസകരമായിരിക്കില്ല. എന്നാൽ പുരുഷൻ ഇതിനകത്ത് കൂടുതൽ താല്പര്യം കാണിക്കുകയാണെങ്കിൽ സ്ത്രീ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അപ്പം ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പ്ലസ് പോയിൻറ്റും ഉണ്ട്, മൈനസ് പോയിൻറ്റും ഉണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ഇത് കാണുന്നത് കൊണ്ട് ചില പുരുഷന്മാർക്ക് സ്ഥിരമായിട്ടിപ്പോൾ ഒരു പങ്കാളി, അതുകൊണ്ട് തോന്നുന്ന ഒരു തരം വിരക്തി അല്ലെങ്കിൽ മടുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ പുതിയ പുതിയ രീതികൾ കാണാം, പുതിയ പൊസിഷൻസ് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്വയംഭോഗം ചെയ്യുന്നവരെയൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. എന്നാലിത് കൂടുതലായിട്ട് കാണുന്നത് മനസ്സിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ ഈ റിയൽ സെക്സും അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോസ് കാണുന്നതും രണ്ടും രണ്ടായിട്ട് കാണാനുള്ളൊരു മച്യൂരിറ്റി വേണം. അപ്പോൾ ഇത് രണ്ടും രണ്ടാണെന്നുള്ളൊരു കോൺഷ്യസ് അവിടെ വേണം. അതുപോലെ വീഡിയോസിനകത്ത് അഭിനയിക്കുന്നവരെ സംബന്ധിച്ച് അതുപോലുള്ള മെയ്വഴക്കം പങ്കാളിക്കുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ആ രീതി ചെയ്യാനുള്ള ഒരു കഴിവ് ചിലപ്പം പങ്കാളിക്കുണ്ടാകണമെന്നില്ല. ഫിസിക്കലി പല പരിമിതികളുള്ള സ്ത്രീകളുണ്ട്, പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞവർക്ക്.
കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ചെയ്താൽ നടുവേദന വരുന്നവരുണ്ട്. അതുപോലെ ഈ സിയാറ്റിക്ക പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് കാലുകൾ കൂടുതൽ അകത്തി ഇങ്ങനെ കാലുകൾ നേരെ വെച്ചിട്ട് ഇങ്ങനെ അകത്തി അല്ലെങ്കിൽ കൂടുതൽ മടക്കി അകത്തി വെച്ച് കഴിഞ്ഞാൽ വേദന എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ദമ്പതികളെ സംബന്ധിച്ച് രണ്ട് കൂട്ടർക്കും കംഫർട്ടബിളായിട്ടുള്ള പൊസിഷൻസും രീതികളും ഒക്കെയാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ പങ്കാളിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരിമിതി അറിഞ്ഞ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്. ഞാനിപ്പോൾ സ്ത്രീയുടെ കാര്യം ഇത് പറഞ്ഞെങ്കിലും പുരുഷനും ചില പൊസിഷൻ വളരെ ബുദ്ധിമുട്ടാണ്. പല രീതിയിലുള്ള ശാരീരിക പരിമിതികളുള്ള പുരുഷന്മാരുണ്ട്. അപ്പം നല്ല മച്യൂരിറ്റി ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അവരൊരിക്കലും ഇത് കമ്പയർ ചെയ്യില്ല. വേറൊരാളിൻ്റെ അവയവത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ വേറൊരാളിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ ആ സർക്കംസ്റ്റാൻസസ് ഇതൊന്നും അവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യില്ല. എനിക്ക് പരിചയമുള്ളൊരു ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഓറലിനോട് വലിയ താല്പര്യമില്ലായിരുന്നു ആദ്യം. എന്നാൽ ഹസ്ബൻഡിന് വലിയ ഇഷ്ടമാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എത്ര നിർബന്ധിച്ചാലും ചെയ്യത്തില്ലായിരുന്നു. പിന്നെ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം അവരുടെ മനസ്സ് മാറി. ഇപ്പം നല്ല രീതിയിൽ അവർക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം പങ്കാളി ഒട്ടും നിർബന്ധിച്ചില്ലെങ്കിലും തന്നെത്താൻ അതെടുത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രചോദനങ്ങളും ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചില പുരുഷന്മാർക്ക് സ്ഥിരമായിട്ടൊരു പങ്കാളിയെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു വിരക്തി ഉണ്ടല്ലോ, ആ വിരക്തിയൊക്കെ മാറിക്കിട്ടും ഇത് കാണുമ്പോൾ. കാരണം ഒരു പരിധിവരെ പുരുഷൻ്റെ ഇമാജിനേഷനെ ഫാൻറ്റസിയൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫാൻറ്റസി എന്ന നിലയ്ക്ക് ഇത് കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഇതിനകത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നോക്കുമ്പോഴാണ് അതിനകത്തൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഈ രീതിയിലൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ യഥാർത്ഥ ആനന്ദം കിട്ടൂ എന്ന ചിന്ത. അതുപോലെ ഇതിനു വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ചില സാഹചര്യങ്ങൾ, ചില കഥാപാത്രങ്ങൾ, അതുപോലെ അതിനകത്തെ ടൈമിങ്, ഇതൊക്കെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം എഡിറ്റ് ചെയ്താണ് നമ്മൾ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്തുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യവും നെഗറ്റീവായിട്ടുള്ള കാര്യവും അത് കാണുന്ന വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നേരത്തെ ഒരു ലേഡി ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവർക്കിത് ശരിക്കും പ്രയോജനപ്പെട്ടു. എന്ന് വെച്ചാൽ ലൈംഗികതയുടെ തുടക്കത്തിലൊക്കെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒന്നും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ ഇതുവഴിയൊക്കെയല്ലേ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അത് പഠിക്കുന്നതുമൊക്കെ. പക്ഷേ അവർ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ടിത് കാണുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇതുമായിട്ട് അങ്ങ് താതാമ്യം പ്രാപിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതലുള്ളത് കണ്ടെങ്കിലേ വികാരം വരൂ എന്നൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുന്നത് ഇതിനകത്തത്ര നല്ലൊരു കാര്യമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സാണല്ലോ നമ്മളെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ മനസ്സിൻ്റെ തലത്തിനെ ബാധിക്കുന്ന ഏത് ഇമോഷൻസും എന്നുവെച്ചാൽ അതിൻ്റെ ഫ്രീക്വൻസി കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. അപ്പോൾ ബ്രെയിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് സ്റ്റിമുലേഷൻ കിട്ടുന്ന എല്ലാം ഒരു ലഹരിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അഡിക്ഷൻ സ്വഭാവമുണ്ട്. കാരണം നമ്മുടെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ശീലിക്കുമ്പോഴും അതിനൊരു അഡിക്ഷൻ സ്വഭാവമുണ്ട്. അതുപോലെ ഇതിനകത്തുള്ള മറ്റൊരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അഭിനയിക്കുന്നവർ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇത് കാണുന്ന നമുക്കും ഇങ്ങനെ ഉപയോഗിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കാം. എല്ലാവർക്കുമല്ല, ചിലർക്ക്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് നല്ല കോൺഷ്യസ് ഉള്ളവരെ സംബന്ധിച്ച് അവരെ ഇത് ബാധിക്കില്ല. കാരണം അവർക്കറിയാം. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതിനകത്ത് ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.